ഇത് കറങ്ങട്ടെ കുറച്ച് നേരം ആരാധകരെ. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അരുവി, ചോല എന്നൊക്കെ പറയും. നമ്മൾ പറയുമ്പോൾ കയ്യാണി എന്ന് പറയും കേട്ടോ. അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ, മഴക്കാലത്തല്ല കേട്ടോ, ഒരുപാട് വീട്ടുകാർ അവിടെ നിന്നാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് കേട്ടോ. ഈ ഓസൊക്കെ ഇട്ടേക്കണം കണ്ടോ, അതൊക്കെ ഓരോ വീട്ടിലേക്കുള്ള ഓസുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ പോയതാണ്. നമ്മുടെ തൊട്ട് മുകളിലാണ് കേട്ടോ. ഇതൊക്കെ വാൽമാക്രീസാണ് കേട്ടോ. കുട്ടികളെ വാൽമാക്രീസ് മാക്രികളാകാൻ പോകുന്നൊരു കാലമില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കുറേ കണ്ടു കേട്ടോ. കുറേ പാറപ്പുറത്ത് കൂടെ തുള്ളി ചടി നടക്കുമായിരുന്നു ഗൈസ്. ആമയാണെങ്കിൽ അതിനെ പൊത്തി പിടിച്ച് എടുക്കാനും പിടിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവന്മാരാര ഗടികൾ അങ്ങനെ തുള്ളിച്ചാടി പോവുകയാണ് കേട്ടോ. ഈ പാറപ്പുറത്ത് നിറച്ചും അങ്ങനെ പിന്നെ തവളകളായിരുന്നു കേട്ടോ. കുഞ്ഞി വാലുണ്ട്, പക്ഷേ തവളകളായിട്ടുമില്ല. പക്ഷേ വാൽമാക്രിയല്ല, അങ്ങനെ എന്തോ ഒരു സാധനം. ഇത് വാട്ടർ ടാങ്കാണ് കേട്ടോ, നമ്മുടെ അവിടെ സ്ഥാപിച്ചേക്കണ ഒരു വാട്ടർ ടാങ്ക്, എല്ലാവർക്കും കുടിവെള്ളം എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആമിക്കും അമ്പാടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാടും മലയും കയറി നടക്കുന്നത്. അത് പിന്നെ എൻ്റെ അല്ലേ പിള്ളേർ, അതങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിത് എന്താ പറയുക, അരുവി കാണാൻ വന്നിട്ട് അവിടെ ഇങ്ങനെ കുളിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് നിറച്ചും പുല്ല് കയറി കിടക്കോട്ടെ. അപ്പോൾ ഇത് എന്തുട്ടാ ചെയ്യണേന്ന് ഓർത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതിൻ്റെ ആ ബാക്കി കൂടെ പോണത് കണ്ടോ, അവിടെ മൊത്തം കാടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്നോർത്ത് കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. പക്ഷേങ്കിൽ കുഞ്ഞ് ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത്. അപ്പോൾ അതൊക്കെ ചുമ്മാ കയറി വന്നപ്പോൾ കാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെട്ടാമെന്ന് ഓർത്തു. അപ്പോൾ ദേ എനിക്കൊരു പൂമ്പാറ്റേനെ കണ്ണിൽ കണ്ടു കേട്ടോ. പൂമ്പാറ്റ തേൻ കുടിക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ ക്ലാരിറ്റി, ഫോണിൻ്റെ ഒരു ക്യാമറ ക്ലാരിറ്റി അനുസരിച്ച് അത്ര ഭംഗിയാവത്തില്ലെങ്കിലും എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനതങ്ങ് എടുത്തു കേട്ടോ. അത് പറയും പോലെ ഞാനിന്നിങ്ങ് എടുക്കുവാണ്. അപ്പോൾ അതേ നോക്കിക്കേ, പൂമ്പാറ്റ തേൻ കുടിക്കുന്നത്. ഇത് കൊങ്ങിണിയാണ് കേട്ടോ. എല്ലായിടത്തും എന്താ പറയണേ, നമ്മുടെ കൊങ്ങിണിയാണ് കേട്ടോ. ഇതിൻ്റെ കായൊക്കെ പറിച്ച് തിന്നൊരു കാലമുണ്ട് കേട്ടോ, നൊസ്റ്റാൾജിയ. അതിൻ്റെ കായ ഒരു കറുത്ത കളറാകുമ്പോഴത്തേനും ഒരു സൈസ് ഒരു പർപ്പിൾ കളറാവും, ഇപ്പോൾ കറുപ്പല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പറിച്ച് തിന്നൊരു ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതൊക്കെ ഓസിട്ടേക്കണതാണ് കേട്ടോ. ഇതെന്നതാ ഞാൻ മറന്നുപോയി. അപ്പോൾ അതേ ഓസിട്ടേക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് എന്താ പറയണ, വീടുകളിലേക്ക് കുടിവെള്ളം എടുക്കുന്ന ഓസുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും ചവിട്ടാതെ, അതിനൊന്നും പറ്റാതെ, എന്ന് വെച്ചാൽ വിട്ടു പോകണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ നോക്കിയതേ നടക്കാണ് കേട്ടോ. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. കണ്ണേട്ടൻ. അപ്പോൾ കണ്ണേട്ടൻ വീട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു, ഞങ്ങൾ അങ്ങനെ കാണാൻ പോയതാണ് കേട്ടോ. ഈ ഔട്ടിങ് കൊണ്ടുപോകാന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ കാട് കയറാനാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം നമ്മുടെ നാച്ചുറൽ സോഴ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ആമിയമ്പാടിയും കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ കാണുക മാത്രമല്ല കേട്ടോ ചെയ്തത്. ഇരുന്നോ അമ്പാടി, ആമി അവിടെ ഇരുന്നോ. നാച്ചുറൽ അല്ല, നാച്ചുറൽ അല്ല, നാച്ചുറൽ അല്ല, എന്നാ ബാത്ത എന്തോ ബാത്ത്. ഓ മടി നോക്കി, തല കാണിക്കരുത് കേട്ടോ. രണ്ടുപേരും ഒന്ന് അവിടെ ഇരുന്നേ, അമ്മ ഫോട്ടോ എടുക്കട്ടെ.
ഓ പേടിത്തൂറി. അവിടെ ഇരിക്ക, ഒരു ഫോട്ടോ എടുക്കണേ അമ്മേ. അമ്പടിക്ക് പേടിയാതെ അമ്മ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ രണ്ടുപേരും. അയ്യോ കൊറേ ഡിലീറ്റ് ചെയ്യണം, ഇനി 20 മിനിറ്റോടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആമിയമ്പാടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ഞാനൊന്നും ഉടുപ്പ് നനയ്ക്കണ്ടെന്ന് ഓർത്ത് മാറിയിരുന്നെങ്കിൽ ആമിയമ്പാടി അടിപൊളിയായിട്ട് എന്ത് രസമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ. അപ്പോൾ കുട്ടികളെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ കൊണ്ടുപോകണത് നല്ലതാണ് കേട്ടോ. ഈ നമ്മൾ പാർക്കുകളിലൊക്കെ കൊണ്ടുപോകുന്നേക്കാളും അടിപൊളിയായിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവർക്കിടെ സന്തോഷം തന്നെ, അതായത് അവരെ എൻജോയ് ചെയ്യാൻ വിടണം അവരുടെ ഇഷ്ടത്തിന്. എപ്പോഴും ഒന്നും ഇല്ലല്ലോ. പിന്നെ ആമിക്കെന്ന് പറഞ്ഞാൽ തണുപ്പടിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവിടെ പോയിട്ട് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ദേ ഊർന്നിറങ്ങണ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അതേ അവർ ഭയങ്കര സന്തോഷത്തിലാണ്, ഞങ്ങൾ സന്തോഷമായിരുന്നു കേട്ടോ. ആമി ഇവിടുന്ന് ഊർന്നു. അയ്യോ ദേ അവിടെ കയറിയപ്പോൾ ചെളിയായി കണ്ടോ. ഇത്ര നേരം ചെളിയില്ലായിരുന്നു, നീ ആമി പോയി കുത്തി ഇളക്കി വിട്ടതാ. ഓസ 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 പാമ്പ് പാമ്പെന്ന് പറയുന്നത് ഓടിക്കോളൂ. അല്ല പാമ്പ് പാമ്പെന്ന് പറയും. കുളിക്ക് അയ്യോ എന്റെ ഫോൺ. എടി അമ്പാടി ഇതിനകത്ത് വെള്ളം ഒഴിച്ചേ. ഇതൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ, ഈ ചേമ്പലയിൽ ഇങ്ങനെ വെള്ളം വീഴുന്നത്. എന്ത് രസമല്ലേ. അതൊക്കെ കുഞ്ഞുനാളത്തെ ഓരോ ഓർമ്മകളാണ് കേട്ടോ. ചുമ്മാ ചെയ്ത് നോക്കിയതാ. അവിടെ ചെളിയാവും കുഞ്ഞു. ശരി പോവാ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വന്ന വഴി കൂടെ എല്ലാം തിരിച്ചു പോകണം. നമ്മൾ ഒരു റൗണ്ട് വെച്ചു കേട്ടോ ഒരു മലയ്ക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ പോകാതെ ഇതിലൂടെ പോവുകയാണെങ്കിൽ കുറച്ച് കാഴ്ചകളും കൂടെ കാണാമല്ലോ. ആമിയും പാടിയും കൂടെ കയറി വരത്തില്ലായിരുന്നു കേട്ടോ തോട്ടിയിൽ നിന്ന്. അവർക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒത്തിരി നേരം അങ്ങനെ വെള്ളത്തിൽ നിർത്തിയാൽ ശരിയാവത്തില്ലല്ലോ എന്നോർത്തതേ നനഞ്ഞ് കുളിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്താ പറയണേ, അതിലൂടെ വന്നപ്പോൾ സ്ലോപ്പായ സ്ലോപ്പല്ലല്ലോ നേരെ വഴി കൂടെ വന്നത്. പക്ഷേ ഇത് നമുക്ക് ഇച്ചിരി മലയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഒരു കാട് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ റബ്ബർ തോട്ടാണ് കേട്ടോ. പിന്നെ കുറേ മഹാഗണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടൊരു വിജനമായ ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് എന്താ പറയുക അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്രതീക്ഷിതമായി കിട്ടുന്ന കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണല്ലേ. അപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു. സങ്കടവും സന്തോഷവും മാറി വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.